ഓം ശാന്തി. 6/1/2006 പ്രഭാത മുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബ്രഹ്മബാബ ശിവബാബയുടെ രഥമാണ്. രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള പാർട്ടാണ് നടക്കുന്നത്. ഇതിൽ അല്പം പോലും സംശയം വരരുത്. ചോദ്യം: ദുഃഖത്തിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ടി മഹാപാപം എന്ന് പറയപ്പെടുന്ന ഏത് യുക്തിയാണ് മനുഷ്യർ രചിക്കുന്നത്? ഉത്തരം: മനുഷ്യർ ദുഃഖിയായി തീരുമ്പോൾ സ്വയത്തെ ഹത്യ ചെയ്യാനുള്ള അനേക ഉപായങ്ങൾ രചിക്കാറുണ്ട്. ജീവഹത്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇതിലൂടെ ഞങ്ങൾ ദുഃഖത്തിൽ നിന്നും മുക്തരാകും എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഇതിനേക്കാളും വലിയ മഹാപാപം മറ്റൊന്നും തന്നെ ഇല്ല. ഇതിലൂടെ വീണ്ടും ദുഃഖങ്ങളിൽ ചെന്ന് അകപ്പെടുന്നു. കാരണം ഇത് അപാര ദുഃഖത്തിൻ്റെ ലോകം തന്നെയാണ്. ഓം ശാന്തി. കുട്ടികളോട് അച്ഛൻ ചോദിക്കുന്നു, ആത്മാക്കളോട് പരമാത്മാവ് ചോദിക്കുന്നു, നമ്മൾ പരമപിതാവായ പരമാത്മാവിൻ്റെ മുന്നിലാണ് എന്നുള്ളത് അറിയാമല്ലോ. ബാബയ്ക്ക് തൻ്റേതായ രഥമില്ലല്ലോ. ഈ ഭൃകുടി മധ്യത്തിൽ ബാബ വസിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ ബ്രഹ്മാവിൻ്റെ ഭൃകുടി മധ്യത്തിലാണ് വസിക്കുന്നതെന്ന് ശിവബാബ സ്വയം പറയുന്നു. ഞാൻ ബ്രഹ്മാവിൻ്റെ ശരീരം കടമായി എടുത്തിരിക്കുന്നു. ആത്മാവിൻ്റെ വാസസ്ഥാനം ഭൃകുടി മധ്യത്തിലാണെങ്കിൽ ബാബയും അവിടെ തന്നെയല്ലേ വസിക്കൂ? ബ്രഹ്മബാബ ഉണ്ടെങ്കിൽ തീർച്ചയായും ശിവബാബയും ഉണ്ട്. ബ്രഹ്മബാബ ഇല്ലെങ്കിൽ ശിവബാബ എങ്ങനെ സംസാരിക്കാനാണ്? മുകളിലുള്ള ശിവബാബയെ എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ ബാബയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഈ സമയം ശിവബാബ മുകളിലുണ്ടെന്നല്ല, ശിവലിംഗമുണ്ടാക്കി ഇവിടെ പൂജിച്ചു വരുന്നു. ഇതെല്ലാം തന്നെ വളരെയധികം മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളാണ്. ബാബ ജ്ഞാനസാഗരനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ജ്ഞാനം മുകളിൽ നിന്ന് കേൾപ്പിക്കുവാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ താഴേക്ക് വന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നത്. ബ്രഹ്മാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ശിവബാബ പറയുന്നു, ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നിങ്ങൾ എന്നെ ഓർമ്മിക്കണം. ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. പക്ഷേ മായ വളരെയധികം ശക്തിശാലിയാണ്. ഒറ്റയടിക്ക് മുഖം തിരിപ്പിച്ച് പിന്നിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഖം ശിവബാബ നേരെയാക്കിയിട്ടുണ്ട്. പക്ഷെ ആരാണോ ഇവിടെ മുന്നിലിരുന്നു കൊണ്ടും ബ്രഹ്മാവ് ആരും തന്നെ അല്ലെന്ന് മനസ്സിലാക്കുന്നത്, അവരുടെ ഗതി എന്തായിരിക്കും? അവർ ദുർഗതി പ്രാപിക്കുന്നതാണ്. ഒട്ടും ജ്ഞാനമില്ല. മനുഷ്യർ വിളിക്കുന്നുണ്ട്, അല്ലയോ ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ വിളി കേൾക്കുന്നുണ്ടോ? മുക്തിദാതാവേ വരൂ എന്ന് പറഞ്ഞല്ലേ വിളിക്കുന്നത്? അതോ അവിടെ ഇരുന്നു കൊണ്ട് മുക്തി നൽകുമോ? കൽപ്പകൽപ്പം ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വരുന്നത്. ആരിലേക്കാണോ ബാബ പ്രവേശിക്കുന്നത് അവരെ തന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്പർ 1 തമോ പ്രധാനം എന്നേ പറയൂ. നിശ്ചയമുണ്ടായിട്ടും മായ ഒറ്റയടിക്ക് മുഖം തിരിപ്പിക്കുകയാണ്. നമ്മെ ഒറ്റയടിക്ക് കാൽ കാശിന് പോലും വിലയില്ലാത്തവരാക്കി മാറ്റാനുള്ള ശക്തി മായയിലുണ്ട്. ഇതുപോലുള്ള ചില കുട്ടികൾ ചില സെന്ററുകളിലുണ്ട്. അതുകൊണ്ടാണ് ബാബ ശ്രദ്ധയോടെ ഇരിക്കുവാൻ പറയുന്നത്. കേട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വെറുതെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും അവർ പണ്ഡിതന് സമാനമാണ്. ബാബ പണ്ഡിതന്റെ ഒരു കഥ പറഞ്ഞു തരാറുണ്ടല്ലോ. പണ്ഡിതൻ പറഞ്ഞു, രാമ രാമ എന്ന് പറഞ്ഞാൽ നദിയുടെ മറുകര എത്തുവാൻ സാധിക്കുമെന്ന്. ഈ സമയം നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണ്.
അവർ ഇതിനെക്കുറിച്ച് ഭക്തിമാർഗത്തിൽ ധാരാളം കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള കഥകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പണ്ഡിതർ എന്ന് പറയുന്നത് മറ്റുള്ളവരെയാണ്. ആരാണോ സ്വയം വികാരത്തിലേക്ക് പോയി മറ്റുള്ളവരോട് നിർവികാരിയായിരിക്കുവാൻ പറയുന്നത്, അവർ ജ്ഞാനം പറഞ്ഞുകൊടുത്താലും എന്ത് പ്രഭാവമാണ് ഉണ്ടാകുക? ഇതുപോലെ സ്വയം നിശ്ചയമില്ലാത്തവരായ ബ്രഹ്മകുമാർ കുമാരിമാരുണ്ട്. അവർ മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ കേൾക്കുന്നവർ കേൾപ്പിക്കുന്നവരെക്കാളും തീവ്രഗതിയിൽ മുന്നോട്ടു പോകുന്നു. ആരാണോ ധാരാളം പേരുടെ സേവനങ്ങൾ ചെയ്യുന്നത്, അവർ തീർച്ചയായും സ്നേഹിയായി തോന്നുകയില്ലേ? കപട പണ്ഡിതനാണെങ്കിൽ അവരെ ആര് സ്നേഹിക്കുവാനാണ്? പിന്നീട് ആരാണോ നല്ല രീതിയിൽ എന്നെ ഓർമ്മിക്കുന്നത്, അവരോട് വളരെ സ്നേഹമുണ്ടാകുന്നു. നല്ല നല്ല മഹാരഥികളെ പോലും മായ വീഴ്ത്തുന്നു. അങ്ങനെ ധാരാളം പേരെ മായ വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആരുടെയും കർമാതീത അവസ്ഥ ആയിട്ടില്ലല്ലോ. ഒരു വശത്ത് യുദ്ധമുണ്ടാകുമ്പോൾ മറുവശത്ത് നിങ്ങൾ കർമാതീത അവസ്ഥ പ്രാപിക്കുന്നു. ഇവ രണ്ടിലും പൂർണ്ണ ബന്ധമുണ്ട്. പിന്നീട് യുദ്ധം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ സത്യയുഗത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ആദ്യം രുദ്രമാല ഉണ്ടാകുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ആർക്കും അറിയില്ല. വിനാശം തൊട്ടു മുന്നിലാണുള്ളതെന്ന് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ കുട്ടികൾ ഇവിടെ ന്യൂനപക്ഷമേ ഉള്ളൂ. അവരാണെങ്കിൽ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ആരംഗീകരിക്കുവാനാണ്? എപ്പോഴാണോ നിങ്ങളുടെ വൃദ്ധിയുണ്ടാകുന്നത്, അപ്പോൾ യോഗബലത്തിലൂടെ ധാരാളം പേർ ഇങ്ങോട്ട് ആകർഷിച്ചു വരുന്നതാണ്. എത്രത്തോളം നിങ്ങൾ ആത്മാക്കളിൽ നിന്ന് തുരുമ്പ് ഇല്ലാതാകുന്നുവോ അത്രയും ശക്തി നിറയുന്നു. അല്ലാതെ ബാബയ്ക്ക് എല്ലാവരുടെയും ഉള്ളറിയാം എന്ന് ചിന്തിക്കരുത്. ഇവിടേക്ക് വരുമ്പോൾ ബാബ എല്ലാവരെയും കാണുന്നു, എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കുന്നു. അച്ഛനെന്താ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? സർവ്വതും അറിയുവാൻ സാധിക്കുന്നു. ഈ കാര്യത്തിൽ ഒരിക്കലും ബാബയെ അന്തർയാമി എന്ന് പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ വരെ ആരും കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിയിട്ടില്ലല്ലോ. ആസുരീയ സംസാരവും പെരുമാറ്റ ശൈലിയും ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ തൻ്റെ പെരുമാറ്റം ദൈവികമാക്കി മാറ്റണം. ദേവതകൾ സർവഗുണസമ്പന്നരല്ലേ? നിങ്ങളും അതുപോലെ ആയിത്തീരണം. ദേവതകളും അസുരന്മാരും തമ്മിൽ എത്ര വ്യത്യാസമാണ്! പക്ഷെ മായ ആരെയും വെറുതെ വിടില്ല. തൊട്ടാവാടിയാക്കി മാറ്റുന്നു. ഒറ്റയടിക്ക് അടിച്ച് താഴേക്ക് വീഴ്ത്തുന്നു. 5 നിലകൾ, അതായത് വികാരങ്ങളുണ്ടല്ലോ. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. താഴേക്ക് വീണുവെങ്കിൽ തീർച്ചയായും മരണം സംഭവിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് സ്വയം ഹത്യ ചെയ്യുന്നതിനായുള്ള ഉപായങ്ങൾ എന്തെല്ലാമാണ് കണ്ടെത്തുന്നത്? 21ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ പെട്ടെന്ന് തന്നെ മരിക്കുന്നു. ആശുപത്രിയിൽ പോയി കിടന്ന് ദുഃഖം അനുഭവിക്കാതിരിക്കാമല്ലോ, അപ്പോൾ തന്നെ മരിക്കുമല്ലോ. 5ാമത്തെ നിലയിൽ നിന്ന് വീണ് പിന്നീട് മരിച്ചില്ലെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ചിലർ സ്വയത്തെ അഗ്നിക്ക് ഇരയാക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും അവരെ രക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് എത്ര ദുഃഖമാണ് സഹിക്കേണ്ടി വരിക. ശരീരം കത്തിച്ചാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുമല്ലോ. അതുകൊണ്ടാണ് അവർ ജീവഹത്യ ചെയ്യുന്നത്, ശരീരത്തെ നശിപ്പിക്കുന്നത്. ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാകും എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഇത് ഏറ്റവും വലിയ മഹാപാപമാണ്. വീണ്ടും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു. കാരണം ഇത് അപാര ദുഃഖത്തിൻ്റെ ലോകമാണ്. സത്യയുഗത്തെ അപാര സുഖത്തിൻ്റെ ലോകമെന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം,
ഇപ്പോൾ നമ്മൾ മടക്കയാത്രയിലാണ്. ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോവുകയാണ്. സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ ഓർമ്മിക്കണം. ബ്രഹ്മാവിലൂടെയാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ബ്രഹ്മാവിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന നിർവഹിക്കുന്നതിന്റെ ചിത്രവുമുണ്ട്. നിങ്ങൾ പറയുന്നു, ബാബ, ഞങ്ങൾ അനേക തവണ അങ്ങയിൽ നിന്നും സ്വർഗത്തിന്റെ സമ്പത്ത് നേടുവാൻ വന്നിരുന്നു. ബാബയും ഈ സംഗമയുഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോഴാണ് ലോകത്തിന്റെ പരിവർത്തനം ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങൾ കുട്ടികളെ ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി സുഖത്തിന്റെ പാവന ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനായിയാണ്. അല്ലയോ പതിത പാവന എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. നമ്മെ ഈ മോശമായ അഴുക്ക് ലോകത്തിൽ നിന്നും മുക്തമാക്കൂ എന്ന് പറഞ്ഞ് മഹാകാലനെയാണ് വിളിക്കുന്നതെന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ബാബ വരുമല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലല്ലേ പൂർണ്ണശാന്തി ലഭിക്കൂ. ശാന്തി വേണമെന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശാന്തി ഉണ്ടാകുന്നത് ശാന്തിധാമത്തിലാണ്. പക്ഷെ എങ്ങനെ ശാന്തി ലഭിക്കാനാണ് ഈ ലോകത്തിൽ ഇത്രയും മനുഷ്യരുണ്ടാകുമ്പോൾ? സത്യയുഗത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ അനേക ധർമ്മങ്ങളാണ്. എപ്പോഴാണോ ഈ അനേക ധർമ്മങ്ങളും നശിക്കുന്നത്, അപ്പോഴാണ് ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്, സുഖശാന്തി ഉണ്ടാകുന്നത്. അയ്യോ അയ്യോ നിലവിളിക്ക് ശേഷം ജയാരവം മുഴങ്ങുന്നതാണ്. ഇനി മുന്നോട്ടു പോകവേ നോക്കിക്കോളൂ, മരണത്തിന്റെ ഗതി അതിവേഗത്തിലായിരിക്കും. തീർച്ചയായും വിനാശം ഉണ്ടാകണം. ബാബ വന്ന് ഒരു ധർമ്മത്തിന്റെ സ്ഥാപന നിർവഹിക്കുന്നു, രാജയോഗവും പഠിപ്പിക്കുന്നു. ബാക്കി അനേകം ധർമ്മങ്ങളെല്ലാം നശിക്കുന്നതാണ്. ഗീതയിൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ എഴുതിയിട്ടില്ല. പഞ്ചപാണ്ഡവരും ഒരു നായും ഹിമാലയത്തിൽ കയറി മരിച്ചു വീണു എന്നാണ് പറയുന്നത്. പിന്നീട് അതിൻ്റെ പരിണാമം എന്താണ്? പ്രളയം സംഭവിച്ചതായി കാണിച്ചിട്ടുണ്ട്. പ്രളയം ഉണ്ടാകും, പക്ഷെ മുഴുവൻ സൃഷ്ടിയും ജലമയമാകുന്നില്ല. ഭാരതം അവിനാശിയായ പവിത്ര ഖണ്ഡമാണ്. അതിലും ആബുവാണ് പരമപവിത്രമായ തീർത്ഥസ്ഥാനം. ഇവിടെ ബാബ വന്ന് നിങ്ങൾ കുട്ടികളിലൂടെ സർവരുടെയും സദ്ഗതി നടത്തുന്നു. ദിൽവാഡ ക്ഷേത്രം എത്ര നല്ല ഓർമ്മചിഹ്നമാണ്, അർത്ഥസഹിതമാണ്. പക്ഷെ അതിൻ്റെ പണി കഴിച്ചവർക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പൂർണ്ണ രീതിയിൽ അറിയില്ല. എന്നിരുന്നാലും ആ ക്ഷേത്രം പണിതവർ വളരെ വിവേകശാലികൾ തന്നെയാണ്. ദ്വാപരയുഗത്തിൽ നല്ല വിവേകശാലികൾ ഉണ്ടായിരുന്നു. കലിയുഗമാകുമ്പോഴേക്കും ബുദ്ധി തമോ പ്രധാനമാകുന്നു. ദ്വാപരയുഗത്തിൽ ബുദ്ധി തമോ അവസ്ഥയിൽ ആയിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ഉയർന്നതും ഈ ക്ഷേത്രം തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ഓർമ്മചിഹ്നമാണ്. വിനാശ സമയത്ത് കൂട്ടമരണമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ കാണാൻ പോവുകയാണ്. മൊത്തമായ മഹായുദ്ധമാണ് സംഭവിക്കാൻ പോകുന്നത്. സർവനാശം സംഭവിക്കും. ബാക്കി ഭാരതഖണ്ഡം മാത്രം അവശേഷിക്കുന്നു. ഭാരതം വളരെ ചെറുതായിരിക്കും. മറ്റെല്ലാ ഖണ്ഡങ്ങളും നശിക്കുന്നു. സ്വർഗം എത്ര ചെറുതായിരിക്കും. ഇപ്പോൾ ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് ഉള്ളത്. ചിലർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും സമയമെടുക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇവിടെ എത്രയധികം മനുഷ്യരാണ് ഉള്ളത്. പക്ഷേ സത്യുഗത്തിൽ വളരെയധികം കുറച്ചു പേർ മാത്രമേ ഉണ്ടാകൂ. ബാക്കി എല്ലാം നശിക്കും. ആരംഭം മുതൽക്കുള്ള വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും ആവർത്തിക്കുന്നു. തീർച്ചയായും സ്വർഗം മുതൽക്ക് ആവർത്തിക്കുന്നു. ഈ ഡ്രാമയുടെ ചക്രം അനാദിയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വശം കലിയുഗവും മറുവശം സത്യയുഗവുമാണ്. നമ്മളിപ്പോൾ സംഗമത്തിലാണ്.
ഇതെല്ലാം തന്നെ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. ബാബ വരുന്നു എങ്കിൽ തീർച്ചയായും ബാബയ്ക്ക് രഥം ആവശ്യമാണല്ലോ. അപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകണം. പിന്നീട് ലക്ഷ്മി നാരായണനായി മാറണം. അതിനാൽ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇതും നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. രാമരാജ്യമെന്നും രാവണ രാജ്യമെന്നും പറയുന്നത് ഏതിനെയാണ്? എങ്ങനെ പതീതത്തിൽ പാവനമായും പാവന അവസ്ഥയിൽ നിന്ന് എങ്ങനെ പതീതമായും മാറുന്നു? ഈ കളിയുടെ രഹസ്യത്തെക്കുറിച്ചാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ബാബ ജ്ഞാനസാഗരനും ബീജരൂപനുമല്ലേ? ചൈതന്യ സ്വരൂപനായ ബാബയാണ് വന്ന് മനസ്സിലാക്കി തരുന്നത്. മുഴുവൻ കൽപ്പവൃക്ഷത്തിൻ്റെയും രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയോ എന്ന് ബാബ മാത്രമാണ് ചോദിക്കുക. ഇതിലെന്തെല്ലാമാണ് ഉണ്ടാകുക? നിങ്ങളിതിൽ എത്രത്തോളം പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്? പകുതി കൽപ്പം ദൈവിക സ്വരാജ്യമാണ്, പകുതി കൽപ്പം ആസുരീയ രാജ്യമാണ്. നല്ല നല്ല കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ടാകും. ബാബ തനിക്ക് സമാനമാക്കിയാണ് മാറ്റുന്നത്. ടീച്ചർമാരും നമ്പർ വൈസാണ്. പലരും ടീച്ചറായി പിന്നീട് മോശമായി പോകുന്നവരുമുണ്ട്. പലരെയും പഠിപ്പിച്ച് സ്വയം നശിച്ചു പോകുന്നു. ചെറിയ കുട്ടികളിൽ പോലും വിഭിന്ന സംസ്കാരത്തിലുള്ളവരുണ്ടാകില്ലേ? ചിലരുടെ സ്വഭാവം നമ്പർ 1 ചെകുത്താനെ പോലെ ആയിരിക്കും. ചിലർ സ്വർഗത്തിലേക്ക് പോകുവാൻ യോഗ്യതയുള്ളവരുമുണ്ട്. ചിലർ ജ്ഞാനം ധാരണ ചെയ്യുകയുമില്ല, തൻ്റെ പെരുമാറ്റം നല്ലതാക്കില്ല, മറ്റുള്ളവർക്ക് ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. അസുരൻ വന്ന് ഒളിച്ചിരുന്ന് അമൃതപാനം ചെയ്തു എന്ന് ശാസ്ത്രങ്ങളിൽ പോലും കാണിച്ചിട്ടുണ്ട്. അസുരനായി എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം തന്നെ സംഭവിക്കേണ്ടത് തന്നെയാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയ്ക്ക് സ്വർഗീയ സ്ഥാപനയ്ക്കായി വരേണ്ടി വരുന്നു. മായയും വളരെയധികം ശക്തിശാലിയാണ്. ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മായ ബുദ്ധിയെ തിരിപ്പിക്കുന്നു. പകുതി പേരെ തീർച്ചയായും മായ വിഴുങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മായ വളരെ മോശമാണെന്ന് പറയുന്നത്. പകുതി കൽപ്പത്തോളം മായ രാജ്യം ഭരിക്കുന്നുവെങ്കിൽ എത്ര വലിയ യോഗ്യനായിരിക്കും. മായയോട് തോൽക്കുന്നവരുടെ ഗതി എന്തായി തീരും? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരിക്കലും തൊട്ടാവാടിയാകരുത്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ പെരുമാറ്റം ഉദ്ധരിക്കണം. 2. ബാബയുടെ സ്നേഹം പ്രാപ്തമാക്കുന്നതിനായി സേവനം ചെയ്യണം. എന്താണോ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് അത് സ്വയം ധാരണ ചെയ്യണം. കർമാതീത അവസ്ഥയിലേക്ക് പോകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സാകാര രൂപത്തിൽ ബാബ്ദാദയെ സന്മുഖത്ത് അനുഭവം ചെയ്യുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കട്ടെ. ശിവശക്തി കമ്പൈൻഡ് ആയിരിക്കുന്നത് പോലെ പാണ്ഡവപതിയും പാണ്ഡവരും കമ്പൈൻഡാണ്. ആര് അങ്ങനെ കമ്പൈൻഡ് രൂപത്തിലിരിക്കുന്നുവോ അവരുടെ മുന്നിൽ ബാബ്ദാദ സാകാരത്തിൽ സർവസംബന്ധങ്ങളാലും സമീപത്തുണ്ട്. ഇപ്പോൾ ദിനം പ്രതി എന്നോണം ഇനിയും അനുഭവം ചെയ്യും. അതായത് എങ്ങനെ ബാബ്ദാദ അടുത്ത് വന്ന് കൈപിടിച്ചു, ബുദ്ധി കൊണ്ടല്ല കണ്ണുകൾ കൊണ്ട് കാണും. ഈ അനുഭവം ഉണ്ടാകും. എന്നാൽ കേവലം ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ പാഠം ഉറപ്പിക്കണം. എങ്കിൽ എങ്ങനെയാണോ നിഴൽ കറങ്ങുന്നത് അതേപോലെ ബാബ്ദാദ കണ്ണുകളിൽ നിന്ന് മാറുകയില്ല. സദാ സന്മുഖത്താണെന്ന അനുഭൂതി ഉണ്ടാകും. സ്ലോഗൻ: മായ ജീത്തും പ്രകൃതി ജീത്തുമായി മാറുന്ന ശ്രേഷ്ഠാത്മാക്കൾ തന്നെയാണ് സ്വമംഗളകാരിയും വിശ്വമംഗളകാരിയും ആകുന്നത്.
അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. താങ്കളിപ്പോൾ ജീവൻ മുക്തരാവുകയാണെങ്കിൽ താങ്കളുടെ ജീവൻ മുക്ത സ്ഥിതിയുടെ പ്രഭാവം ജീവൻ ബന്ധനസ്ഥരായ ആത്മാക്കളുടെ ബന്ധനം സമാപ്തമാക്കും. എങ്കിൽ എല്ലാവരും ജീവൻ മുക്തരാകുന്ന ആ ദിവസം എപ്പോൾ വരും? ഒരു ബന്ധനവുമില്ല. എല്ലാ ബന്ധനങ്ങളിലും വെച്ച് ആദ്യത്തെ ബന്ധനമാണ് ദേഹാഭിമാനത്തിൻ്റെ ബന്ധനം. അതിൽ നിന്ന് മുക്തമാകൂ. ദേഹമില്ലെങ്കിൽ പിന്നെ മറ്റ് ബന്ധനങ്ങൾ സ്വതവേ തന്നെ സമാപ്തമാകും. ഓം ശാന്തി.